ഹായ് 365 ദിവസവും നിറഞ്ഞു പൂക്കുന്ന കാലങ്ങളോളം നിൽക്കുന്ന ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെയുള്ള 10 ചെടികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഹായ്, ഞാൻ സിജി നിജാസ്. വെൽക്കം ടു മൈ ചാനൽ കൊലുസിൻ കിച്ചൻ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെടി, ലെൻഡാന. ലെൻഡാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളർത്താൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചെടിയാണ് ലെൻഡാന. പ്രത്യേകിച്ച് സീസൺ ഒന്നും തന്നെ ഇല്ലാതെ വർഷം മുഴുവൻ നിറഞ്ഞു പോകുന്ന ഈ ചെടിയെ കുറ്റിച്ചെടിയായും പോട്ടിലും അതേപോലെ തന്നെ നമുക്ക് നിലത്തും നട്ടു വളർത്താവുന്നതാണ്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ലെൻഡാനകൾ. ലെൻഡാനയെ നമുക്ക് നല്ലവണ്ണം പ്രൂൺ ചെയ്ത് നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൂടാതെ ഈ ചെടികൾ 8 മുതൽ 10 വെറൈറ്റിയോളം തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല പല ഹൈബ്രിഡ് വെറൈറ്റീസും നാടൻ വെറൈറ്റീസും ഒക്കെ തന്നെ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം തന്നെ പരിചരണം എല്ലാം ഒരുപോലെയാണ്. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ 10 ദിവസം വരെയൊക്കെ ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കാറുണ്ട്. ഇതിനെ നമ്മൾ ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ഏകദേശം 5 വർഷവും, നിലത്താണ് നടുന്നതെങ്കിൽ 10 മുതൽ 15 വർഷവുമൊക്കെ ഈ ചെടി നല്ല ഭംഗിയായി നമുക്ക് വളർത്താൻ സാധിക്കും. ഏതൊരു ബിഗിനേഴ്സിനും തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ലെൻഡാനകൾ. ഇതിൻ്റെ സ്റ്റെം കട്ടിംഗ് ഉപയോഗിച്ചും അതേപോലെ തന്നെ വിത്തുകൾ ഉപയോഗിച്ചും പുതിയ പുതിയ പ്ലാന്റുകൾ വളരെ ഈസിയായി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചെടിയിലേക്ക് പോയാലോ? അതിമനോഹരമായ പെൻഡാസാണ് നമ്മുടെ രണ്ടാമത്തെ ചെടി. വർഷം മുഴുവനും നിറഞ്ഞു പോകുന്ന പെൻഡാസുകൾ നമ്മുടെ തെച്ചിപ്പൂവിനോട് വളരെയേറെ സാമ്യമുള്ളതാണ്. ഹൈബ്രിഡ് വെറൈറ്റീസും അതേപോലെ തന്നെ നാടൻ വെറൈറ്റീസും ഒക്കെ ഇന്ന് ഒത്തിരി കളറുകളിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഈ ചെടിയെ നമുക്ക് പോട്ടുകളിലും അതേപോലെ തന്നെ നിലത്തും നട്ടു വളർത്താവുന്നതാണ്. ഒത്തിരി ഉയരത്തിലൊന്നും പോകാത്ത ഈ ചെടിയെ നമ്മൾ വെയിലില്ലാതെ പാർഷ്യൽ ഷെയ്ഡിലാണ് വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ കമ്പുകളൊക്കെ നീണ്ടുപോയി പൂക്കളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. സ്റ്റാർ ഷേപ്പിലുള്ള പൂക്കളോട് കൂടിയ ഇവ ക്ലസ്റ്ററുകളായി അഥവാ ബഞ്ചുകളായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടാറുള്ളത്. ഈ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 18 മുതൽ 20 ദിവസം വരെ എടുക്കും ഓരോ കുലകളിലെയും പൂക്കൾ കംപ്ലീറ്റ് ആയിട്ടും കൊഴിഞ്ഞു വരാൻ. അതുകൊണ്ട് തന്നെ ആ ചെടിയിൽ എപ്പോഴും പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഹൈബ്രിഡ് ആയാലും നാടനായാലും വളരെ എളുപ്പത്തിൽ സ്റ്റെം കട്ടിങ്ങൾ ഉപയോഗിച്ച് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ചെടിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ തെച്ചി. നാടൻ തെച്ചിയും ഹൈബ്രിഡ് തെച്ചിയും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ മിനിയേച്ചർ വിഭാഗത്തിലുള്ളവയും നാടൻ മരം പോലെ പോകുന്നവയും ഒക്കെയുണ്ട്. നല്ല വെയിൽ വേണം ഈ ചെടികൾക്ക്. 5 മുതൽ 6 മണിക്കൂർ വരെ നല്ല വെയിൽ കിട്ടിയാൽ ഇവ നിറഞ്ഞു പൂക്കാൻ തുടങ്ങും. വേണ്ട വിധത്തിൽ പ്രൂൺ ചെയ്തും പ്രോപ്പറായിട്ടുള്ള കെയറിങ് കൊടുത്തും ഈ ചെടിയെ നമുക്ക് നിലത്തും അതേപോലെ തന്നെ പോട്ടിലും കാലങ്ങളോളം വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചെമ്പരത്തി അഥവാ ഹിബിസ്കസ്. ചെമ്പരത്തി ആർക്കും ഇഷ്ടമല്ലാത്ത ചെടിയാണ് ചെമ്പരത്തി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നിപ്പോൾ ഒത്തിരി വെറൈറ്റീസുകൾ, ഹൈബ്രിഡ് വെറൈറ്റീസുകൾ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവയെ പ്രോപ്പർ വിധത്തിൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ നിറയെ വർഷം മുഴുവനും ഇത് നിറഞ്ഞു പൂക്കുക തന്നെ ചെയ്യും. നല്ല പ്രോപ്പർ പ്രൂണിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായി ഇതുപോലെ ബഞ്ച് കണക്കിന് പൂക്കൾ നമ്മുടെ ചെമ്പരത്തിയിലും ഉണ്ടാകും. നല്ല വെയിൽ വേണമെന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചെടിയിലേക്ക് പോയാലും എല്ലാവരുടെയും ഒക്കെ വീട്ടിലുള്ള അതിമനോഹരമായ ഹൈഡ്രാഞ്ചിയ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ്. മണ്ണിൻ്റെ pH-നനുസരിച്ച് നിറം മാറുന്ന അത്ഭുത ചെടി, അതാണ് ഹൈഡ്രാഞ്ചിയ. അതായത് നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി എന്നിവയ്ക്കനുസരിച്ച് ഈ പൂവിൻ്റെ നിറം മാറാറുണ്ട്. ആൽക്കലിൻ pH ഉള്ള മണ്ണിലാണ് ഈ ചെടി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പൂക്കൾ നല്ല പിങ്ക് കളറിലും, അസിഡിക് pH ഉള്ള മണ്ണിലാണ് ഈ ചെടി നിൽക്കുന്നതെങ്കിൽ അത് നല്ല നീല നിറത്തിലുമായിരിക്കും ഇതിൻ്റെ പൂക്കൾ കാണാറുള്ളത്. അത്യാവശ്യം നല്ല മെച്ചുറായ പ്ലാന്റ് നല്ല വെയിലുള്ള ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ നിറഞ്ഞു പൂക്കും. വർഷം മുഴുവനും ഇതിങ്ങനെ കുലകുലകളായി പൂക്കൾ ഇങ്ങനെ ഇതിലുണ്ടാവും. നല്ല ഒരു കുടം പോലെയുള്ള പൂക്കൾ, അതായത് നല്ല വയലറ്റ് നിറത്തിലും അതേപോലെ പിങ്ക് നിറത്തിലുമൊക്കെ ഇങ്ങനെ നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ചെടിയാണ് ഹൈഡ്രാഞ്ചിയ. ഇനി നമ്മൾ അടുത്ത പ്ലാന്റിലോട്ട് പോയാലോ? ഇതാണ് ക്രേപ്പ് ജാസ്മിൻ അഥവാ നന്ദ്യാർവട്ടം. നമ്മളിതിനെ നന്ദ്യാർവട്ടം എന്ന് വിളിക്കാറുണ്ട്. ക്രേപ്പ് ജാസ്മിൻ ഒറ്റ കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് വെള്ള കളർ മാത്രമേ ഈ ചെടിക്ക് ഉണ്ടാകാറുള്ളൂ. അത് തന്നെ നല്ല സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ളതും അതേപോലെ ഇതുപോലെ വലിയ പെറ്റൽസോട് കൂടിയവയും ഉണ്ട്. ഈ ചെടിയെ നമ്മൾ ഗന്ധരാജ എന്നും വിളിക്കാറുണ്ട്. അത്രയ്ക്കും സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ ഉണ്ടാകാറുള്ളത്. വിരിഞ്ഞ പൂക്കൾ 2-3 ദിവസത്തേക്ക് കൊഴിയാതെ നിൽക്കും. നല്ല വെളുത്ത സുഗന്ധമുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ഇവയെ നമുക്ക് ചട്ടിയിലും നിലത്തും വർഷങ്ങളോളം വളർത്താൻ സാധിക്കും. ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അതിമനോഹരമായ ഹെലിക്കോണിയ.
ഇതാണ് ഹെലിക്കോണിയ പ്ലാന്റ്. നമ്മുടെ വാഴയിലയോട് സാമ്യമുള്ള ഇലകളോട് കൂടിയ കുഞ്ഞു ചെടികളാണിത്. അതിമനോഹരമായ പൂക്കൾ വർഷം മുഴുവനും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒരു ചെടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ പുതിയ തൈകൾ ഇങ്ങനെ ഉണ്ടായി വരും. ഒരു ചെടി പൂക്കൾ ഉണ്ടായി നശിച്ചു പോയാൽ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അതിൻ്റെ തൈയിൽ നിന്ന് പുതിയ പുതിയ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെ പല പല വെറൈറ്റീസുകൾ അവൈലബിൾ ആണ്. ഹൈബ്രിഡും നാടനും ഒക്കെ ഉണ്ട്. ഇത് മുകളിലേക്ക് പൂക്കൾ ഉയർന്നു നിൽക്കുന്നവയും അതേപോലെ ഹാങ്ങിങ് ആയി താഴോട്ട് പൂക്കൾ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന ടൈപ്പിലും ഒക്കെ പല പല വെറൈറ്റീസുകളിൽ ഹെലിക്കോണിയ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവിൻ്റെ ലൈഫ് സ്പാനാണ്. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം മുതൽ ഏകദേശം 2 ആഴ്ചയോളം ഈ പൂവിന് യാതൊരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ നിൽക്കും. ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെ പുതിയ 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 മോഡലുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഹെലിക്കോണിയ പ്ലാന്റുകളുടെ പുതിയ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസുകൾ. പാർഷ്യൽ ഷെയ്ഡിലും ഈ ചെടി നിറഞ്ഞു പൂക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വർഷം മുഴുവനും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം. എല്ലാവർക്കും സുപരിചിതമായ ബൊഗൈൻവില്ലാസ്. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ചെടിയാണ് ബൊഗൈൻവില്ലകളെങ്കിലും തണുപ്പ് കാലത്തും അതേപോലെ മഴക്കാലത്തും ഇതിൽ പൂക്കളിൻ്റെ അളവ് കുറച്ച് കുറയും. എന്നാൽ നല്ല വെയിലുള്ള സമയത്ത് ഇതിൽ പൂക്കൾ ഇലകൾ കാണാതെ ഉണ്ടാകാറുണ്ട് എന്നതാണ് ഈ ചെടിയെ എല്ലാവരെയും പ്രിയപ്പെട്ടതാക്കുന്നത്. ഒത്തിരി വെറൈറ്റീസുകൾ ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല മലേഷ്യൻ വെറൈറ്റീസുകൾ, ഹൈബ്രിഡ് വെറൈറ്റീസുകൾ, ഇന്ന് ഒത്തിരി പേരുകൾ പുതിയ പുതിയ വെറൈറ്റികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും ഈ പൂക്കൾ കൊഴിയാറില്ല. 15 മുതൽ 1 മാസം വരെയൊക്കെ പൂക്കളുടെ ലൈഫ് സ്പാൻ ഉണ്ട്. ഇനി ചെടിയുടെ ലൈഫ് സ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാകാലങ്ങളോളം ഒത്തിരി വർഷത്തോളം ലൈഫ് സ്പാനുള്ള ഒരു പ്ലാന്റാണ് ഈ ബൊഗൈൻവില്ലാസുകൾ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ മലേഷ്യൻ ഹൈബ്രിഡ് വെറൈറ്റീസിൽപ്പെട്ട ബൊഗൈൻവില്ലാസുകളാണ്. കാലിഫോർണിയ ഗോൾഡ്, ഗ്ലിബ്ര പർപ്പിൾ, ഐസ്ക്രീം മുതലായവയ്ക്ക് അങ്ങനെയുള്ള വലയില കാണാതെ പൂക്കൾ തരുന്ന ഹൈബ്രിഡ് വെറൈറ്റീസിൽപ്പെട്ട ബൊഗൈൻവില്ലാസിൽ ചിലതാണ്. അപ്പോൾ ഈ ചെടിയുടെ സ്റ്റെം കട്ടിംഗ് വഴി നമുക്ക് പുതിയ ചെടികൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ അടുത്ത ചെടിയിലേക്ക് പോയാലും ഇതാണ് നമ്മുടെ ടെക്കോമ പ്ലാന്റ്. വർഷം മുഴുവനും നിറഞ്ഞ് പൂക്കുന്ന കോളാമ്പി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ടെക്കോമ പ്ലാന്റുകൾ. ഹൈബ്രിഡും നാടനും ഒക്കെയായി ഒത്തിരി കളറുകളിൽ ഇന്ന് ടെക്കോമ പ്ലാന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നന്നായി പ്രൂൺ ചെയ്ത് ഇതിനെ നമുക്ക് പോട്ടിലും അതേപോലെ പ്രൂൺ ചെയ്യാതെ ഇതുപോലെ വള്ളിച്ചെടിയായും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ടെക്കോമ പ്ലാന്റുകൾ. വെയിൽ എത്രത്തോളം ലഭിക്കുന്നു എന്നതിനനുസരിച്ച് ഇതിൻ്റെ പൂക്കളുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. വെയിലില്ലാതെ നമ്മൾ പാർഷ്യൽ ഷെയ്ഡിലാണ് ഈ ചെടി വളർത്തുന്നതെങ്കിൽ നല്ല കമ്പുകൾ നീണ്ട് ഇലച്ച് ഇങ്ങനെ വളരുകയുള്ളതിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. ഹൈബ്രിഡ് വെറൈറ്റീസുകൾ തന്നെ ഇന്ന് യെല്ലോ, പിങ്ക്, പിന്നെ നല്ല ഓറഞ്ച് കളർ, ഓറഞ്ചിൽ റെഡ് കളർന്ന കളർ, അങ്ങനെ ഒത്തിരി കളറുകൾ ടെക്കോമ പ്ലാന്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവയെ നല്ല വെയിലുള്ളിടത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇതിങ്ങനെ നിറഞ്ഞ് പൂക്കുകയുള്ളൂ. പ്രൂൺ ചെയ്യാതെ വിട്ടാൽ ഒരു ഭംഗിയുമില്ലാതെ ഇതിങ്ങനെ ഇലച്ച് വളർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ സ്റ്റെം കട്ടിങ് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഹൈബ്രിഡ് വെറൈറ്റീസിനെ നമ്മൾ പോട്ടിൽ വളർത്തുമ്പോൾ നാടൻ വെറൈറ്റീസിന് നല്ല ഒരു പൂമരമാക്കി നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്താവുന്നതാണ്. വളരെ ഈസിയാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് ടെക്കോമ പ്ലാന്റുകൾ. ഇനി നമ്മുടെ അടുത്ത പ്ലാന്റിലേക്ക് പോയാലോ. അതാണ് നമ്മുടെ വിങ്ക റോസ്. വർഷം മുഴുവനും നിറഞ്ഞു പൂക്കുന്ന ചെടികളാണ് വിങ്ക റോസുകൾ. നിത്യകല്യാണി, ശവന്നാറി എന്നൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടിയിൽ ഹൈബ്രിഡും നാടനും ഒക്കെയുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റീസിന് നാടൻ വെറൈറ്റീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കെയറിങ് ആവശ്യമാണ്. നാടൻ ചെടിയെ അപേക്ഷിച്ച് ഹൈബ്രിഡ് ചെടികളുടെ ലൈഫ് സ്പാൻ കുറച്ച് കുറവാണ്. നാടൻ ചെടികൾ 5 മുതൽ 6 വർഷം വരെയൊക്കെ നശിക്കാതെ നിൽക്കാറുണ്ട്. എന്നാൽ ഹൈബ്രിഡ് ചെടികൾ 1 മുതൽ 2 വർഷം വരെയൊക്കെ കഴിയുമ്പോൾ ഈ ചെടികൾ നശിച്ചു പോകാറുണ്ട്. സ്റ്റെം കട്ടിംഗ് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെടിയെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വർഷം മുഴുവനും നിറഞ്ഞു പോകുന്ന അതിമനോഹരമായ 10 ചെടികളെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. ആ കുഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടണിലും ലൈക്ക് ബട്ടണിലും കമൻറ്റ് ബട്ടണിലുമൊക്കെ ഒന്ന് കുഞ്ഞ് കമൻറ്റുകളും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത്. Bye from Sijini Jas. Thank you for watching.